നീണ്ട 11 ദിവസങ്ങൾ 11 കിലോ കുറഞ്ഞു. ആരുടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാഹുൽ ഈശ്വറിൻ്റെതാണ്. ഇതിന് ആര് കണക്ക് പറയുമെന്നാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ ചോദിക്കുന്നത്. എന്ത് പറയുന്നത്? സംസ്ഥാന സർക്കാർ പറയോ? അല്ല നോക്കൂ, രാഹുൽ ഈശ്വർ എടുത്ത നിലപാടുകളൊക്കെ കൃത്യമായിരുന്നില്ലേ? എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നടിയെ ആക്രമിച്ച കേസ്. നടിയെ ആക്രമിച്ച കേസിൽ ഇരയ്ക്കൊപ്പമാണ് ഞങ്ങൾ, അവൾക്കൊപ്പമാണ്, പക്ഷെ അവനും ഒപ്പമാണ് എന്ന നിലപാടാണ് രാഹുൽ എടുത്തത്. ഈ വിഷയത്തിൽ ദിലീപ് ക്രൂശിക്കപ്പെടുകയാണ്. ഒരു വെള്ളത്തിൽ 2 കാലം അങ്ങനെ വെക്കാൻ പറ്റും? ഒരു വെള്ളത്തിൽ 2 കാലമല്ലല്ലോ. അതെങ്ങനെയാ? ദിലീപ് ഇരയ്ക്കൊപ്പം നിൽക്കും, പ്രതിക്കൊപ്പം നിൽക്കും. പ്രതിയല്ലല്ലോ. പ്രതി ആരാണ്? പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു. നിലവിലെ സാഹചര്യത്തിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടെന്നേ. എല്ലാവരും വെറുതെ വിട്ടോ? എല്ലാവരും വെറുതെ വിട്ടില്ല. 6 പ്രതികളെ ശിക്ഷിച്ചു. 7ാം പ്രതിയിൽ കുറ്റം ആരോപിതനായ 7ാം പ്രതിയിൽ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാത്തത് കൊണ്ട് കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു, കുറ്റവിമുക്തനാക്കി. അവരുടെ സെറ്റിൽമെന്റ് നടന്നില്ല എന്ന് നമുക്ക് പറയാൻ സെറ്റിൽ ചെയ്യാൻ ആരാ ഇത്? കോടതി വിലക്കെടുക്കാൻ പറ്റുമോ? ഇന്ന് രാവിലെ ഒരു അഭിഭാഷക സംഘടനകള് കോടതിയുടെ ജഡ്ജിനെതിരെ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. ഊമക്കത്ത് വന്നിട്ടുണ്ട്, ഇന്ത്യൻ പൗരൻ എന്ന് പറഞ്ഞുകൊണ്ട്. നോക്കൂ, കുറെ കാലഘട്ടങ്ങൾക്ക് മുമ്പ് തൊട്ടേ ഈ കേസിന്റെ വിചാരണ വേളയിൽ പലപ്പോഴും ജഡ്ജിക്കെതിരെ പരാതികൾ പോയിട്ടുണ്ട്. ഷെറി എന്ന് പറയുന്ന തന്റെ സുഹൃത്ത് ആണ് ഈ വിധി എഴുതിയതും ആ വിധി ദിലീപിന്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള ശ്യാം എന്ന് പറയുന്ന ഒരാൾക്ക് ഇത് കൊണ്ടുകൊടുത്ത് ഒരു സെറ്റിൽമെന്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇത് മതിയോ വിധി എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നാണ് ഊമക്കത്തിൽ പറയുന്നത്. ഊമക്കത്തല്ലേ? ഇന്ത്യൻ പൗരൻ എഴുതിയ ഊമക്കത്താണ്. അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഈ അഡ്വക്കേറ്റുമാരുടെ അസോസിയേഷൻ വരെ അന്വേഷിക്കണമല്ലോ. സ്വാഭാവികമായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി അന്ന് പറഞ്ഞ എന്താ? വിധി വന്നിട്ടില്ലല്ലോ, അവർ വിധി പറയട്ടെ. വിധി പറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? അതിന്മേൽ അന്വേഷണം ആവശ്യമെങ്കിൽ നടപ്പിലാക്കാം. 8 കൊല്ലം എടുത്തു വിധി പറയാൻ. 8 കൊല്ലം എടുത്തു എന്നുള്ളതിന് കേരളത്തിലെ ഇന്ത്യയിലെ കോടതികളിൽ ഇരിക്കുന്ന കേസുകളൊക്കെ പിറ്റേന്നങ്ങ് തീർപ്പാക്കാനായിരുന്നെങ്കിൽ പിന്നെ ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അതാണ് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയുടെ ഏറ്റവും മോശം അവസ്ഥ. ഒരു കേസിൽ ഒരു നിരപരാധി 8 വർഷക്കാലം കുറ്റാരോപിതനായി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ദിലീപ് നിരപരാധി ആണെങ്കിൽ എന്നുള്ളതാണ്. രാഹുൽ ഈശ്വറിന്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരും. ദിലീപ് വിഷയത്തിൽ പോലും രാഹുൽ ഈശ്വർ എടുത്ത നിലപാടുകൾ, രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ഇന്നും മാധ്യമങ്ങള് ഈ 11 ദിവസത്തിന് ശേഷം, അതിൽ നീണ്ട കുറെ ദിവസങ്ങളുടെ നിരാഹാരത്തിന് ശേഷം പിന്നീട് നീരാഹാരമാവുകയും പിന്നെ കട്ടിഫുഡൊക്കെ കഴിക്കുകയും തുടങ്ങിയതിനു ശേഷം രാഹുൽ ഈശ്വറിനെ ഇന്ന് കോടതിയിലേക്ക് ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ മാധ്യമങ്ങളോട് അദ്ദേഹം വിളിച്ചു പറയുന്നത് എന്താണ്? 11 ദിവസങ്ങൾ 11 കിലോ കുറഞ്ഞു. അയാൾ ഇരയുടെ ഫോട്ടോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്? ഇല്ല. അയാൾ ഇരയുടെ പേര് പറഞ്ഞിട്ടുണ്ട്? ഇല്ല. ഈ ഇര എന്ന് പറയുമ്പോൾ വേട്ടക്കാരൻ എന്ന് പറയുന്ന മറ്റേയാൾ, അയാളുടെ അവസ്ഥ എന്താ? 2 കേസുകളിലും ജാമ്യം ലഭിച്ചു. ഇയാൾക്കൊപ്പം പ്രതികർത്ത സന്ദീപ് വാര്യർ, അല്ലെങ്കിൽ മറ്റൊരു കേസിൽ പ്രതികർക്കപ്പെട്ട സന്ദീപ് വാര്യർ, അദ്ദേഹത്തിന്റെ അറസ്റ്റ് തടഞ്ഞു കോടതി. പക്ഷെ ഇയാൾ ഇപ്പോഴും കോടതിയിൽ തുടരുകയാണ്. രാഹുൽ ഈശ്വർ പലപ്പോഴും ശബരിമല വിഷയത്തിലാകട്ടെ, ദിലീപ് വിഷയത്തിലാകട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലാകട്ടെ, അപ്പൊ ഇത് ആവേശത്തോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഓരോ വിഷയങ്ങളെയും കൈകാര്യം ചെയ്തത്. ഇതിന്റെ എല്ലാം പിന്നിൽ രാഹുലിനുള്ള ലക്ഷ്യം ഓൾ കേരള മെൻസ് അസോസിയേഷൻ മെൻസ് കമ്മീഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇന്നും അദ്ദേഹം പറയുന്നു ഇവിടെയാണ് മെൻസ് കമ്മീഷന്റെ എനിക്ക് എപ്പോഴും ഈ വട്ടിയൂർക്കാവ് അജിത് കുമാറും മെൻസ് അസോസിയേഷനാണ് നാട്ടിലേക്ക് കയറിയത്. ഇവിടെയാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യകത എന്ന് ഇന്നും അദ്ദേഹം വിളിച്ചു പറയുന്നു. നിയമസഭയിൽ ഇരിക്കുന്ന ഒരു ബില്ലാണത്. സ്വാഭാവികമായിട്ടും അത് ആവശ്യമല്ലേ? തുല്യനീതി ഉറപ്പുവരുത്തുന്ന ഒരു സംസ്ഥാനത്ത്, തുല്യനീതി ഉറപ്പുവരുത്തുന്ന ഒരു രാജ്യത്ത് സ്ത്രീകൾക്ക് കുറെ പരിഗണനകളും നിയമങ്ങളുടെ പരിരക്ഷയും കൊടുക്കുമ്പോൾ പുരുഷന്മാർക്കും അത് ആവശ്യമല്ലേ? തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടോട്ടെ. തെറ്റ് ചെയ്യാതെ ക്രൂശിക്കപ്പെടുന്ന സ്ത്രീകൾക്കൊപ്പം തെറ്റ് ചെയ്യാതെ ക്രൂശിക്കപ്പെടുന്ന പുരുഷന്മാർക്കും വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലുമൊക്കെ ഈ നാട്ടിൽ മുന്നോട്ട് വരണ്ടേ? അത് രാഹുൽ ഈശ്വർ മാത്രം മതിയോ? രാഹുൽ ഈശ്വർ മാത്രമല്ലല്ലോ, അവർക്കൊപ്പം ഒരുപാട് പേരുണ്ട്. മുകേഷ് നായരെ പോലെ, വട്ടിയൂർക്കാവ് അജിത് കുമാറിനെ പോലെയൊക്കെ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കൂ. അല്ല, അതില് വട്ടിയൂർക്കാവ് അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ പോയ മെൻസ് അസോസിയേഷനാണ് രാഹുൽ ഇപ്പോൾ പറയാൻ പോകുന്ന സവാദ് വിഷയത്തിലും പൾസർ സുനി വിഷയത്തിലും ഒക്കെ ചില നിലപാടുകൾ കൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ പരിഹാസ്യരാകേണ്ടി വന്നത് അത്തരം ആളുകളാണ്. പൾസർ സുനി ജയിലിലേക്ക് പോവുകയാണ്. പോകട്ടെ, പോയല്ലോ, പൊക്കോട്ടെ. നമ്മുടെ വിഷയം അതല്ല. ഒരു വട്ടിയൂർക്കാവ് അജിത് കുമാർ അത്തരത്തിൽ അദ്ദേഹം തന്നെ എൻ്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ തെറ്റായി പോയി എന്ന് പറയുന്നുണ്ട്. പക്ഷേ രാഹുൽ ഈശ്വർ മുന്നോട്ട് വെക്കുന്ന മെൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായും സ്ത്രീകൾക്ക് അവകാശങ്ങൾ ലഭിക്കുന്നതിനൊപ്പം അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനൊപ്പം സാധാരണ ജനങ്ങളായ പുരുഷന്മാർക്കും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക ഉറപ്പുവരുത്തുന്ന ഒരു കമ്മീഷനാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതിനെന്താണ് തെറ്റ്? അതിലെവിടെയാണ് തെറ്റ്?
ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള ഇപ്പൊ പോക്സോ കേസുകളിൽ പോലും കേരളത്തിൽ അടുത്ത കാലങ്ങളിലായി വിധി പറഞ്ഞപ്പോൾ കുറ്റക്കാരാണെന്ന് മുദ്ര ചാർത്തിപ്പെട്ട ആളുകൾ നിരപരാധികളാണ് എന്ന് തെളിഞ്ഞ് പുറത്തു വന്നില്ലേ? അത് പെൺകുട്ടികളുടെ കാര്യത്തിലോ തന്നെ ആൺകുട്ടികളായിരുന്നു. അമ്മ മകനെ പീഡിപ്പിച്ച കേസ് നമുക്കറിയാലോ, പോക്സോ കേസ്. സാർ അമ്മ കുറ്റക്കാരി അല്ലാന്ന് കോടതി കണ്ടെത്തിയില്ലേ? ഒരു അമ്മ മകനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവരനുഭവിച്ചൊരു മനോവേദനയില്ലേ? ഇതേ മനോവേദന തന്നെ ആയിരിക്കില്ലേ മകളെയോ കൊച്ചുമകളെയോ അയൽവക്കക്കാരന്റെ മകളെയോ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ വിദ്യാർത്ഥികളെയോ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അകത്ത് പോയിട്ട് കുറ്റവാളി അല്ല എന്നറിഞ്ഞ് പുറത്ത് വരുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടാകുന്ന വ്യഥ, ഒരു ചാപ്പകുത്തലല്ലേ ഇത്? ഒരു പോക്സോ കേസ് എന്ന് പറഞ്ഞ ഒരു ചാപ്പകുത്തലല്ലേ? ഒരു പീഡന കേസ് എന്ന് പറഞ്ഞാൽ ചാപ്പകുത്തലല്ലേ? അയാളെ കോടതി വെറുതെ വിട്ടാലും എന്താ പറയാൻ പോണേ? പീഡന കേസ് പ്രതിയുടെ പോകുന്നു, പീഡന കേസ് പ്രതിയുടെ മകൻ പോകുന്നു, മക്കൾക്ക് നല്ലൊരു ബന്ധം, ഒരു വിവാഹം കിട്ടുമോ? ഇല്ല. വിവാഹം കിട്ടിയാലും കല്യാണം കഴിക്കുന്നവളോ കല്യാണം കഴിക്കുന്നവനോ കുത്തിക്കൊണ്ടിരിക്കില്ലേ നിന്റെ അച്ഛൻ പീഡകനായിരുന്നില്ലേ, പീഡിപ്പിച്ചില്ലേ എന്ന് ചോദിക്കില്ലേ? അപ്പോൾ സ്വാഭാവികമായും ഇത്തരം നിയമങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ഒരു മെൻസ് കമ്മീഷൻ അവർ ആവശ്യപ്പെടുമ്പോൾ അതെന്തുകൊണ്ടാണ് വേണ്ട എന്ന് വെക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നേരായ മാർഗത്തിലൂടെ കഴിയാത്തത് കൊണ്ട് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ എത്തിക്കാനുള്ള ശ്രമമാണ് രാഹുൽ ഈശ്വർ പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ രാഹുൽ ഈശ്വറിനെ കോമാളിയാക്കാൻ, രാഹുൽ ഈശ്വർ ഈ പോയിരുന്ന് സംസാരിക്കുന്ന മാധ്യമങ്ങൾ പോലും രാഹുൽ ഈശ്വറിനെ കോമാളിയാക്കുന്ന നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പണ്ട് മുതലേ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അങ്ങനെയാണ്. സോ സ്വാഭാവികമായും രാഹുൽ ഈശ്വറിനും അല്ല, ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാഹുൽ ഈശ്വർ പല ചാനൽ ചർച്ചകളും ചെന്ന് പങ്കെടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ തന്നെ ഈ പങ്കെടുത്തുള്ള ചാനൽ ചർച്ചകളിലെല്ലാം രണ്ട് കൂട്ടരിയ്ക്കുന്ന ഭാഗത്തു നിന്നുള്ള ആൾക്കാരെയും ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, മാധ്യമങ്ങളെ പോലും ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ രാഹുൽ ഈശ്വറാണ് കണ്ടെത്തുന്നതും അത് കൃത്യമായിട്ട് ഡിഫെൻഡ് ചെയ്യും. അതുണ്ടാവാതിരിക്കാനാണല്ലോ രണ്ടാം കേസിന് വരുന്ന 24 മണിക്കൂർ മുമ്പ് പോലീസ് പിടിച്ചാത്തിട്ട്. അപ്പോൾ പോലീസിന് കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്നു KPCC അധ്യക്ഷൻ ഇത്തരത്തിലൊരു മെയിൽ പോകുന്നു, ഇത് പോലീസിലേക്ക് എത്തുമെന്നും അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പുറത്ത് ആളുണ്ടാകരുത് എന്നുള്ളത് രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റിലൂടെ പോലീസ് ലക്ഷ്യം വെച്ചതാണ്. അതവർ നടപ്പിലാക്കി എന്നുള്ളതാണ്. രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആള് ഭയങ്കര പവർഫുൾ ആയിട്ട് നിയമങ്ങളൊക്കെ അറിയാവുന്ന ആളാണ്. വെറുതെ അയാളുടെ രീതികളോട്, അയാളുടെ സംസാര ശൈലിയോട്, അയാളുടെ രൂപത്തോട്, അല്ലെങ്കിൽ അയാൾ തന്ത്രി കുടുംബത്തിൽ അംഗമാണ് എന്നുള്ള ചിന്തയിൽ അദ്ദേഹത്തിനെ എതിർക്കാൻ വേണ്ടി എന്തൊക്കെയോ പറയുന്നു. ഇത്രയും നിയമങ്ങൾ അറിയാവുന്ന ആൾ എന്തുകൊണ്ടാണ് കേസുകളും അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ 11 ദിവസം ജയിലിൽ കിടക്കേണ്ടി വരുന്നത്? അതുകൊണ്ടല്ലേ ഇപ്പോഴത് ചർച്ച ചെയ്യപ്പെടുന്നത്. രാഹുൽ ഈശ്വർ പുറത്തായിരുന്നെങ്കിൽ നമ്മളിത് ചർച്ച ചെയ്യുമായിരുന്നോ? ഇല്ല. അവിടെ ഒരു പബ്ലിസിറ്റി ഉണ്ട്. അവിടെ ഒരു ആഹാരം കിടക്കേണ്ട കാര്യം എന്താ? ചർച്ച ചെയ്യുക, എയറിൽ നിൽക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും അവരുടേതായ ഗൂഢലക്ഷ്യങ്ങളുണ്ട്. ഒരിക്കലും ഈ സർക്കാർ ഇരയെ സംരക്ഷിക്കാൻ നിന്ന ആളാണെന്നാണല്ലോ പറയുക. ഏതാ? ദിലീപ് കേസിലായാലും ഈ കേസിലായാലും ഒക്കെ. അപ്പോൾ എല്ലാ ഇരകളെയും ഇവർ സംരക്ഷിച്ചിട്ടുണ്ടോ? വേടന്റെ കേസിൽ ഇര എവിടെ? ആ കേസിലെ പ്രതിക്ക് അവർ അവാർഡ് കൊടുത്തില്ലേ? അവർ നല്ല കലാകാരനാണ്, അർഹനാണ്. അങ്ങനെ ഇരകളെ മാത്രം സംരക്ഷിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് വേടന് മാത്രം ഒരു അവാർഡ് കൊടുത്തതെന്നുള്ള ചോദ്യം ഇവിടെയുണ്ട്. ദിലീപ് അഭിനയിച്ചതിന്റെ പേരിൽ, അല്ലെങ്കിൽ ദിലീപ് പ്രൊഡ്യൂസ് ചെയ്തതിന്റെ പേരിലൊക്കെ പല സിനിമകൾക്ക് അവാർഡ് നിശ്ചയിച്ച സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇരയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ആരും നിൽക്കുന്നത്. അവർക്കെല്ലാം അവരവരുടേതായ വ്യക്തി താല്പര്യങ്ങളാണ്, പബ്ലിസിറ്റിയാണ്, അതവർ നേടിയെടുക്കുന്നുണ്ട്. 11 കിലോയ്ക്ക് സർക്കാർ ഉത്തരം പറയുമെന്നൊരു ചോദ്യം, അങ്ങനെ ഒരു ഉത്തരവാദിത്തം പറയേണ്ടി വരും.